എന്തുകൊണ്ടാണ് ഇപ്പോൾ വഴിയെ പോയൊരു സുകുമാരൻ നായർ വരെ കയറി അഭിപ്രായം പറയുന്നത്? എന്തുകൊണ്ടാണ്? എന്ത് കാര്യം? സുകുമാരൻ നായർക്ക് എന്തുവാണ് UDF മുന്നണിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ആരെ തീരുമാനിക്കണം? സുകുമാരൻ നായർക്ക് എന്താ കാര്യം? സുകുമാരൻ നായർക്ക് ഇത് പൊതുജനങ്ങളുടെ വല്ല മാൻഡേറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. ഈ കഴിഞ്ഞ 10 വർഷം പത്തി മടക്കിയിരുന്ന ഒരാളാണ് ഈ സുകുമാരൻ നായർ, ഇല്ലേ? സുകുമാരൻ നായർ ഇപ്പൊ ഇറങ്ങി എങ്ങനെയാണ്? കോൺഗ്രസ്സുകാർ ഇതിനൊക്കെ വാതിൽ തുറന്നു വെച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് സുകുമാരൻ നായർ വരുന്നത് പറയുന്നത്, ഇല്ലേ? നിങ്ങളുടെ നേതാക്കന്മാരെ, ഈ സമുദായ നേതാക്കന്മാരെന്ന് പറയുന്ന വേഷം കെട്ടിയിരിക്കുന്നവർ അധിക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് മിണ്ടാട്ടമില്ലല്ലോ. നിങ്ങൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ബിനു ചുള്ളിയിൽ ചോദിച്ചോ സുകുമാരൻ നായർക്ക് ഇത് പറയാൻ യാതൊരു അവകാശവും ഇല്ല എന്ന് പറയട്ടെ? പിന്നെ UDFന്റെ ഓട് പൊളിച്ചിറങ്ങി വന്ന കക്ഷിയല്ല മുസ്ലിം ലീഗ്. കഴിഞ്ഞ 50 വർഷത്തിലധികമായിട്ട് UDFന്റെ ഘടകകക്ഷിയാണ്. അവർ ഈ നാട്ടിലെ പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ട്. അവർക്ക് MLA മാരുണ്ട്, MP മാരുണ്ട്, മന്ത്രിമാരുണ്ട്. അങ്ങനെ ഒരു പാർട്ടിയാണ്. സുകുമാരൻ നായർക്ക് എന്താ കാര്യം ഇതിനകത്ത്? സുകുമാരൻ നായർ കോൺഗ്രസിന് വോട്ട് ചെയ്യാനായിട്ട് ആഹ്വാനം വല്ലതും നടത്തിയോ? ഇല്ലല്ലോ. സുകുമാരൻ നായർക്ക് ഇപ്പോഴാണ്, ഞാനതാ പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷം മിണ്ടാതെ മാളത്തിൽ ഒളിച്ചിരുന്ന സുകുമാരൻ നായർ ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ് ആഹ്വാനം നടത്തിയില്ല എന്ന് മാത്രമല്ല, ശ്രീ റോയി മാത്യു, പിണറായി വിജയനുമായി ഏത് നിലയിലുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാനാണ് ശ്രമിച്ചതെന്നും ഒക്കെ കേരളം കണ്ടതാണ്. അതെ, അയ്യപ്പന്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയിട്ട് മിണ്ടാതിരുന്ന ആളാണ് ഈ സുകുമാരൻ നായർ. വല്ലതും പറഞ്ഞോ? പ്രതികളെ പിടിക്കണമെന്ന് പറഞ്ഞോ? എന്തെങ്കിലും ചെയ്തോ? ഇതുവരെ കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെ മിണ്ടാതിരിക്കുമായിരുന്നു, ഇല്ലേ? അപ്പൊ കേരളത്തിലെ ജനങ്ങൾ സുകുമാരൻ നായർക്കല്ല കൊടുത്തത് അംഗീകാരം കൊടുത്തത്. കേരളത്തിലെ ജനങ്ങൾ അംഗീകാരം കൊടുക്കുന്ന UDFനും കോൺഗ്രസ് ഉൾപ്പെട്ട മുന്നണിക്കാണ്. അതിനകത്ത് മുസ്ലിം ലീഗ് ഉണ്ട്. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ വരുന്നതിൽ, മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ വരുന്നതിൽ എന്താണ് തെറ്റ്? അവർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ഈ 1 കോടി വോട്ട് കിട്ടിയതിനകത്ത് ലീഗിന് എത്ര 30-35 ലക്ഷം വോട്ടുണ്ട്. ഈ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ജയിച്ചു വന്ന ആരുടെ കെയർ ഓഫിലാണ്? കോൺഗ്രസിന്റെ തന്നെ വോട്ട് വാങ്ങിച്ചിട്ടാണോ? ലീഗിന്റെ വോട്ട് കൂടെ വാങ്ങിച്ചിട്ടാണ് വന്നത്. ലീഗിനത് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്. അവർ പുറത്തെങ്കിലും ആരെങ്കിലും പറഞ്ഞോ ഇന്നാരെ ആക്കണമെന്ന്? ലീഗുകാരും പറഞ്ഞില്ലല്ലോ. അവരെ വിളിച്ച് മാന്യമായ രീതിയിൽ കോൺഗ്രസ് നിരീക്ഷകർ വന്ന് ഈ നേതാക്കന്മാരോട് സംസാരിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്. അവർക്ക് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. സുകുമാരൻ നായരെ വോട്ട് ചെയ്ത് ആണോ? നിങ്ങൾ ഈ സുകുമാരൻ നായർ എന്താ പറയാത്ത? കഴിഞ്ഞ മന്ത്രിസഭയിൽ 10 നായർ സമുദായത്തിൽപ്പെട്ട അംഗങ്ങളുണ്ടായിരുന്നു. ഏതെങ്കിലും ഈ നാട്ടിലെ സമുദായങ്ങൾ ആരെങ്കിലും പറഞ്ഞോ 10 നായന്മാർ ഈ മന്ത്രിസഭയിൽ പാടില്ല എന്ന് പറഞ്ഞോ? ആരും പറഞ്ഞില്ലല്ലോ. സുകുമാരൻ നായർ എവിടെയായിരുന്നു? വേറെ ഏതെങ്കിലും സമുദായങ്ങൾ റെപ്രസെന്റേഷൻ ഇല്ല എന്ന് ആരെങ്കിലും പരാതി പറഞ്ഞു? അല്ലെങ്കിൽ ഈ മന്ത്രിമാർ അവരുടെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും അവർ മോശക്കാരാണെന്ന് ആരും പറഞ്ഞു? 2006 മന്ത്രിസഭയിൽ CPI 4 പേര് ഈ ഈഴവ സമുദായത്തിൽ ആരെങ്കിലും അതിന് കുറ്റം പറഞ്ഞോ? ഇല്ലല്ലോ. കോൺഗ്രസ് വരുമ്പോൾ മാത്രം എങ്ങനെയാണ് ഇതേപോലുള്ള വർഗീയ പാമ്പുകൾ പുറത്തിറങ്ങി വരുന്നത്? അത് കോൺഗ്രസ്സുകാർ അനുവദിച്ചില്ല. ഇത് ഈ സുകുമാരൻ നായരെ കൊണ്ട് ഈ പാതിരാത്രി നേരത്ത് ഈ പ്രസ്താവന നടത്തിയതിന്റെ പിന്നിൽ കോൺഗ്രസ്സുകാരുടെ കൈയുണ്ട്. അല്ലാതെ സുകുമാരൻ നായർ പുറത്തൊന്നും ഇറങ്ങത്തില്ല. സുകുമാരൻ നായർ എവിടെയായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ? കോൺഗ്രസിനെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കാൻ എന്തെങ്കിലും പറഞ്ഞു? അത് എന്താണ് ശ്രീ റോയി മാത്യു അങ്ങനെ പറഞ്ഞത്? ആർക്കെങ്കിലും അനുകൂലമായ ഒരു തീരുമാനമാണ് വരാൻ പോകുന്നത് എന്ന അനുമാനത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ കരുതി ആരെങ്കിലും അറിയിച്ചതനുസരിച്ച് സുകുമാരൻ നായർ വൈകിട്ട് ഈ അസമയത്ത് മാധ്യമങ്ങളെ കണ്ടതാകുമെന്ന്? സുകുമാരൻ നായർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏത് കോൺഗ്രസിലെ ഏത് നേതാവിനെതിരെയാണ് ഇവിടെ പള്ളു വിളിച്ചുകൊണ്ടിരുന്നത്? ആരാണ് അഹങ്കാരി, ധിക്കാരി, താർഷ്യമുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന? VD സതീശനെതിരായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. VD സതീശൻ വരുന്നു എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലാണെങ്കിലും പറയുന്നത്. സുകുമാരൻ നായർ ഇതേപോലെ പറഞ്ഞാണ് കേരളത്തിൽ ഒരു മതേതര സ്വഭാവം ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയുള്ള ഒരു നേതാവിനെ നായർ ബ്രാൻഡാക്കി നിർത്തി, ഇല്ലേ? അയാളെ ഒരു വർഗീയ ചുവരിലേക്ക് ചാപ്പ അടിച്ചു കൊടുത്തു. എന്ത് നേട്ടം ഉണ്ടായി? ആ മനുഷ്യന്റെ രാഷ്ട്രീയ ജീവിതത്തെ പോലും അത് ബാധിച്ചു, ഇല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഈ സമുദായങ്ങൾ ചെയ്യുന്നത്. ഈ തവണ കേരളത്തിൽ നടന്ന ഇലക്ഷന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന്റെ പേരിലാണ് UDF വോട്ട് നേടിയത്. UDF വോട്ട് നേടിയതാണ് വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാടായിരുന്നു. ആ വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാടിനാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് കൊടുത്തത്. അല്ലാതെ കോൺഗ്രസിന്റെ മഹത്വവും UDFന്റെ മഹത്വവും കൊണ്ടല്ല. കേരളത്തിലെ ജനങ്ങൾ വർഗീയതയ്ക്കെതിരായിട്ടൊരു നിലപാടുണ്ട് എന്നുള്ളത്, ആ നിലപാടിനാണ് വോട്ട് കൊടുത്തത്. ഇതാണ് രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ പറയുന്നത്. വർഗീയതയ്ക്കെതിരായിട്ടുള്ള കോൺഗ്രസിന്റെ നിലപാടാണ്. എവിടെയാണ് വർഗീയതയ്ക്കെതിരായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ എല്ലാം മാളത്തിൽ കയറിയിരിക്കുകയായിരുന്നു. VD സതീശനെ അല്പനെന്നും പന്നനെന്നും ബഫൂൺ എന്നൊക്കെ വിളിച്ചപ്പോൾ ഇവരാരും മിണ്ടിയിട്ടില്ല, ഇല്ലേ? എന്തിനാണ് VD സതീശനെ ചീത്ത വിളിച്ചത്? VD സതീശൻ വർഗീയത പാടില്ല എന്നും വർഗീയ ശക്തികളോട് യാതൊരു തരത്തിലുള്ള ഇടപാടും പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ SDPI ഒഴിവാക്കിയത്, ഇല്ലേ? അപ്പോ അങ്ങനെ നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ ഇതുപോലുള്ള ഈ വർഗീയ വിഷയങ്ങൾ വന്ന് പുറത്തിറങ്ങി പറയുമ്പോൾ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാർ, ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ പറയണ്ടേ തനിക്ക് ഇതിനകത്ത് പറയാൻ യാതൊരു അവകാശവും ഇല്ല,
നിങ്ങളുടെ വോട്ട് കൊണ്ടല്ല, നിങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രമല്ല ഞങ്ങൾ ജയിച്ചത്. മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടകകക്ഷിയാണ്. അവരെ ഞങ്ങളുടെ മന്ത്രിസഭയിൽ അവർക്ക് ഇഷ്ടമുള്ള വകുപ്പ് കൊടുക്കും, ഇഷ്ടമുള്ള മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കും. അത് പറയാൻ അത് പറയാനുള്ള ചങ്കൂറ്റമാണ് ഈ കോൺഗ്രസ് എന്ന പാർട്ടിയിലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് നട്ടല്ലെന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതെ പോകുന്നത്. അത് പറയണം. നിങ്ങൾ പറയേണ്ട സമയത്ത് കൈ ചൂണ്ടി മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. നിങ്ങൾ കാണിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഭരണം കിട്ടിയപ്പോഴത്തേക്ക് ഈ വക ടീമുകളെല്ലാം പുറത്തിറങ്ങി വരുന്നത്. ഇല്ലെങ്കിലോ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ഇരുന്നപ്പോൾ ഈ സമുദായ സംഘടനകളൊക്കെ എവിടെയായിരുന്നു? എന്തെങ്കിലും ആ സർക്കാരിനെതിരെ പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ടോ? ഞാനതാ പറഞ്ഞേ, ഹിന്ദു സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് എന്ന് എപ്പോഴും പറയുന്ന 2 പേരാണ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും. എവിടെയാണ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ ഈ 2 മാന്യന്മാർ എവിടെയായിരുന്നു? ഒരക്ഷരം പറഞ്ഞില്ലല്ലോ. ഈ കള്ളന്മാരെ പിടിക്കണം, അവരെ മോഷ്ടിച്ചുകൊണ്ട് പോയ സ്വർണം കണ്ടുപിടിക്കണം പറഞ്ഞോ? ഒരൊറ്റ ഒരുത്തരും പറഞ്ഞില്ല. അവരന്ന് മാളത്തിൽ ഇരിക്കുകയായിരുന്നു, പിണറായി വിജയനെ പേടിച്ച് അതാണ് അവസാനം ഇരിക്കുകയായിരുന്നു. പിണറായി